എൽമാസ് ടൈലറിംഗ് വേദിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചില സാരികളുടെ ബ്ലൗസുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അതേ കളർ ബ്ലൗസ് നമുക്ക് എത്ര തുണി എടുത്താലും ചിലപ്പം കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം മാച്ചായ ബ്ലൗസ് നമുക്ക് ഒഴിവാക്കാൻ മേലാത്തതുണ്ടാവും സാരിക്ക്. 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് കുറച്ച് വണ്ണമൊക്കെ വെക്കുമ്പോൾ ആ ബ്ലൗസുകൾക്ക് ഇറക്കം കുറഞ്ഞു പോകും. അന്നത്തെ ഇറക്കം ആയിരിക്കില്ല. ചിലപ്പോൾ 2 വർഷം 3 വർഷം 4 വർഷമൊക്കെ പഴക്കമുള്ള ബ്ലൗസ് ആണെങ്കിൽ സാരി നല്ലതായിരിക്കും, ബ്ലൗസ് ഇച്ചിരി ഇറക്കം കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ബ്ലൗസിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ ഒക്കെ ഇറക്കം കൂട്ടിയെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ സാരി ബ്ലൗസ് ഞാൻ വേറെ തുണി എടുത്ത് തയ്ച്ചിട്ട് പോലും എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്ലൗസ് ഞാൻ ഇടാൻ നോക്കുമ്പോൾ എനിക്കൊരു കുറച്ച് ഇറക്കം കുറവുണ്ട്, ഒരു 1/2 ഇഞ്ചോളം ഇറക്കം കുറവുണ്ട്. അപ്പം ഈ ബ്ലൗസിന് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഇറക്കം കൂട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇത് പുറകിലും കൂട്ടണം മുന്നിലും കൂട്ടണം. അപ്പം നമ്മൾ പുറകിൽ പടി, ഇപ്പം നമ്മൾ സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ വേറെ തുണി സെപ്പറേറ്റ് പടി കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ തയ്ക്കുന്നത്. അപ്പം ഇത് തന്നെ മടക്കി തയ്ക്കുന്നവരുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇറക്കം കൂട്ടാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ തുണി തന്നെ പടി കൊടുത്ത് തയ്ക്കുന്നതുണ്ട്. അങ്ങനെയാണെങ്കിലും നമുക്ക് എളുപ്പമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി പടി കൊടുത്തിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തുണി നമുക്ക് അഴിച്ചെടുക്കണം. ഇത് അഴിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ അഴിക്കണം, പുറകുവശം അഴിക്കണം, ഈ കട്ടിങ്ങിൻ്റെ കുറച്ച് ഭാഗം അഴിക്കണം, എങ്കിലേ നമുക്ക് ഇറക്കം കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സൈഡും അഴിക്കണം. അപ്പോൾ അത്ര അഴിച്ചിട്ട് കാണിക്കാം. നമ്മൾ അഴിക്കുന്നതിന് മുൻപുള്ള സാരി ബ്ലൗസിൻ്റെ ഇറക്കം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അഴിക്കുന്നതിന് മുൻപുള്ള സാരി ബ്ലൗസിൻ്റെ ഇറക്കം വന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ അല്ലെങ്കിൽ 1 ഇഞ്ചും കൂടെ നമുക്ക് കൂട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പടി അഴിച്ചെടുക്കണം, സൈഡ് അഴിക്കണം, കട്ടിങ്ങിൻ്റെ കുറച്ച് ഭാഗം അഴിക്കണം. അത് അഴിച്ചിട്ട് കാണിക്കാം. നമ്മൾ പുറകിലത്തെ പടിയെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. സാരിയിൽ നിന്ന് എടുത്ത തുണിയുണ്ട്, അതായത് നമുക്ക് വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്ന തുണിയുണ്ട്, തയ്ച്ചെടുത്ത തുണി ബ്ലൗസാണിത്. അപ്പോൾ നമ്മൾ ലൈനിങ് കൊടുത്ത തുണിയും കൊണ്ടാണ് നമ്മൾ പടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് എടുക്കേണ്ടി വന്നത്, അഴിച്ച് നമ്മൾ സെപ്പറേറ്റിങ് എടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ കളറും ഈ കളറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിതിനി പുറത്ത് വെച്ച് തയ്ക്കാൻ പറ്റില്ല. അത് കാരണം നമുക്കിനി സാരിയെന്ന് ഒരു പീസ് മുറിച്ചെടുക്കണം. ഇതിന് മാച്ചായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സാരിയുടെ അറ്റത്ത് നിന്ന് നമുക്കൊരു പീസ് മുറിച്ചെടുക്കണം. എല്ലാ ബ്ലൗസിനും ഇങ്ങനെ ചെയ്യണ്ട. ഇതിപ്പോൾ സാരിയെന്ന് മുറിച്ചെടുത്ത തുണി ആയതുകൊണ്ടാണ് നമുക്ക് ഇതിന് ചേർന്ന് കറക്റ്റായിട്ട് ഈ കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് തുണി മുറിച്ചെടുക്കുന്നത്, അതായത് സാരിയിൽ നിന്ന് തുണി മുറിച്ചെടുക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും ഇതുമായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പീസ് വെച്ച് തന്ന് തിരിയും. അതുകൊണ്ട് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാരിയിൽ നിന്ന് തന്നെ ഈ തുണി മുറിച്ചിട്ട് നമ്മൾ ഇതിൽ വെക്കുന്നത്. അതേസമയം നമ്മൾ ഈ ബ്ലൗസ് നമ്മൾ ഇറക്കം കൂട്ടുവാണെങ്കിൽ, ഇങ്ങനത്തെ ബ്ലൗസ് ഇറക്കം കൂട്ടുവാണെങ്കിൽ നമ്മൾ വെച്ചേക്കുന്നത് സെയിം തുണി തന്നെയാണ്. രണ്ടാം ഇത് ലൈനിങ്, ഇത് നമ്മൾ സാരി ബ്ലൗസിൻ്റെ സെയിം തുണി. അപ്പോൾ ഇത് തന്നെ നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇതഴിച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിൽ പീസ് കൊടുത്ത് നമുക്ക് ഇറക്കം കൂട്ടാം. പക്ഷെ ഇതങ്ങനെ പറ്റില്ല. കാരണം നമ്മൾ ലൈനിങ്ങിൻ്റെ തുണിയാണ് പടിയായിട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ സാരിയിൽ നിന്ന് വേറെ പീസ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പീസ് മുറിച്ചെടുക്കാം. കളർ മാച്ചാക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള തുണി, അതായത് ഇപ്പോൾ 1 ഇഞ്ച് ഇറക്കം കിട്ടണമെങ്കിൽ അതിനാവശ്യമുള്ള ഒരു 1.5 ഇഞ്ച് വീതി കിട്ടുന്ന വിധത്തിൽ നമ്മൾ തുണി മുറിച്ചെടുക്കുക. നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന് കറക്റ്റ് മാച്ചായിട്ട് വരുന്ന തുണി കളർ. ഇത് ഡാർക്ക് കളറാണ്. ലൈനിങ്ങിൻ്റെ തുണി ആയതുകൊണ്ട് ഇത് ഇത്തേൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് വ്യത്യാസം തിരിയും. അതുകൊണ്ട് ഇത് തന്നെ നമ്മൾ ഇതേൽ പിടിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ മുൻവശത്ത് അഴിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കേണ്ടത്, അതായത് നമ്മൾക്ക് ഇവിടെ പീസ് കൊടുക്കാനുള്ളത് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് പീസ് ഈ ടക്കിൻ്റെ അവിടെ വരെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കം കൂട്ടുമ്പോൾ ഈ ഫ്രണ്ടിൽ നമ്മൾ ഇറക്കം കൂട്ടണം. അല്ലെങ്കിൽ പുറകിൽ മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ മുന്നിൽ കയറി നിൽക്കുകയും പുറകെ ഇറങ്ങി നിൽക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് വശത്തും നമ്മൾ ഇറക്കം കൂട്ടണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ടക്കിൻ്റെ ഇവിടം വരെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാരിയും തന്നെ ഒരു പീസും കൂടെ നമ്മൾ മുറിക്കുക. അപ്പോൾ സാരിക്ക് നീളം കുറഞ്ഞു പോയാൽ നമുക്ക് വേറൊരു പീസ് ഇതിന് മാച്ചായ ഒരു പീസ് പിടിപ്പിച്ചു കൊടുത്താൽ മതി.
എക്സ്ട്രാ പീസ് പിടിപ്പിച്ചു കൊടുക്കാൻ മതി. അപ്പോൾ ഇവിടെ ഒരു 2 ഇഞ്ച് വീതിയിൽ നമ്മൾ തുണി മുറിച്ചെടുക്കുകയാണ്. അപ്പം ഇത് കഴിയുമ്പോൾ എന്തായാലും സാരിക്ക് നീളം കുറയും. അപ്പം നമ്മൾ എക്സ്ട്രാ പീസ് പിടിപ്പിച്ചു കൊടുക്കണം. വീതിയിൽ നമ്മൾ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കും. അത് നമുക്ക് ഫ്രണ്ട് വശത്ത് വെച്ച് കൊടുക്കാനാണ്. തയ്ക്കുന്ന നേരത്തെ കാണിക്കാം. ഇനി നമ്മൾ സാരിക്ക് നീളം കുറഞ്ഞു പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പീസും കൂടെ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് വീതി കസവ് വരുന്നത്. അവിടെ കസവ് വരുന്നതല്ല നമ്മളൊരു പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാരിക്ക് നല്ല നീളം കിട്ടും, നമുക്ക് ബ്ലൗസിനും ഇറക്കം കിട്ടും. അപ്പോൾ ഇത് ഞാൻ തേൽ പിടിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പുറകുവശത്ത് നമ്മൾ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത തുണി പിടിപ്പിക്കാൻ പോവാണ്. നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത്, 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് വീതി പിടിപ്പിക്കുക, 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് വീതിയിൽ പിടിപ്പിക്കുക. തയ്യൽത്തുമ്പും കൂടെ കൂട്ടി 1.5 ഇഞ്ച് വീതിയിൽ പീസ് പിടിപ്പിക്കുക. 1/2 ഇഞ്ച് മതിയെങ്കിൽ നമുക്ക് 1 ഇഞ്ച് വീതിയിൽ പീസ് പിടിപ്പിക്കാം. സെയിം കളർ തന്നെ എടുക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ ആ പീസ് കൊടുത്തതാണ് പിന്നീട് തിരിയാൻ പാടില്ല, അതുകൊണ്ടാണ്. നമ്മളിവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പടി പോലെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് പതിച്ചടിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ട ഇറക്കം എത്രയാണോ അത് അടയാളപ്പെടുത്താം. നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണോ നമുക്ക് കൂടുതൽ വേണ്ടതെന്ന്, അതായത് നമുക്ക് ആദ്യം ഇതിന് 15 ഇഞ്ച് ഇറക്കമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടെയാണ് ഇറക്കം കൂട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ 16 ഇഞ്ച് ആ പീസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ തുണിയായിട്ട് കിട്ടിയിട്ടുണ്ട് 16 ഇഞ്ച്. അപ്പോൾ നമ്മൾ 15.5 അടയാളപ്പെടുത്തുക. നമുക്ക് 1/2 ഇഞ്ചാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ നമ്മൾ 15.5 അടയാളപ്പെടുത്തി. എല്ലാ സൈഡിലും അങ്ങനെ തന്നെ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വരും. നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1/2 ഇഞ്ചാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ഈ അടയാളപ്പെടുത്തിയെടുത്തോടുകൂടെ നമ്മൾ ഇതേന്ന് അഴിച്ചെടുത്ത തുണി നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കണം. നമ്മൾ ആദ്യം ഇതേന്ന് അഴിച്ചെടുത്ത ഒരു പീസ് ഉണ്ടായിരുന്നു, ലൈനിങ്ങിൻ്റെ പീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ അടയാളപ്പെടുത്തിയെടുത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. അത് ഉള്ളിലേക്ക് മറിഞ്ഞു പോകേണ്ടതാണ്. അത് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് പതിച്ചടിക്കാം. സെയിം തുണിയാണെങ്കിൽ, ബ്ലൗസിൻ്റെ അതേ സെയിം തുണിയാണെങ്കിൽ നമുക്ക് നമ്മൾ അടിച്ചു ചേർത്ത പടി ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് അതായത് അഴിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് എടുക്കണ്ട, നമ്മൾ പടി അഴിച്ചിട്ട് നമ്മൾ ഈ പീസ് വേറൊരു പീസ് വെച്ച് കൊടുത്ത് ഉള്ളിലേക്ക് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വേണ്ട ഇറക്കം ഇവിടെ കിട്ടും. ഇതിപ്പം സെയിം തുണി അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പടി അഴിച്ച് മാറ്റിയിട്ട് നമ്മൾ സാരിയിൽ നിന്ന് പീസ് മുറിച്ചിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ പടി നമ്മൾ സെപ്പറേറ്റ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ലൈനിങ്ങിൽ നിന്ന് എടുത്ത ആ പീസ് നമുക്ക് ഉള്ളിലേക്ക് മടക്കാം. അപ്പോൾ മടക്കുമ്പോൾ നമ്മൾ ഈ അടിച്ച പീസില്ലേ, അതായത് നമ്മൾ ആദ്യം ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്ത ആ പീസിലേക്ക് വരുന്ന വിധത്തിൽ ഇങ്ങനെ വെക്കാം. അങ്ങനെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പീസ് കൊടുത്തതാണ് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ അവിടെ ഒരു അടിപ്പ് വന്നാലും പെട്ടെന്ന് തിരിയല. അതായത് പീസ് കൊടുത്തതാണ് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അതിലേക്ക് കൃത്യം അടിക്കുന്നത്. നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് പടി കൊടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആ അറ്റാച്ച് കൊടുത്ത്, അതായത് സാരിയെന്ന് മുറിച്ചിട്ട് നമ്മൾ പീസ് കൊടുത്ത് ആ അടുപ്പിൻ്റെ മുകളിൽ തന്നെ പടി വെക്കുന്ന അടിപ്പും കറക്റ്റായിട്ട് വരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒറ്റ അടിപ്പ് മാത്രമേ നമുക്ക് തിരിയുള്ളൂ. ഇത് പടിക്കുള്ള പടിയുടെ അടിപ്പാണെന്ന് ഓർത്തോളൂ. അപ്പം അത് വൃത്തികേടായിട്ടൊന്നും വരില്ല, കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നിന്നോളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കം ഒന്ന് നോക്കാം. നമ്മൾ ഇറക്കം കൂട്ടിക്കഴിഞ്ഞപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം എന്നത് 15 ആയിരുന്നു നമ്മൾ ഇറക്കം കൂട്ടുന്നതിന് മുൻപ്. അപ്പോൾ നമ്മൾ പടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 15.5 അപ്പം കൃത്യമായിട്ട് നമുക്ക് 15 ഇവിടെ ഇറക്കം കിട്ടിയിട്ടുണ്ട്. എല്ലാ സൈഡിലും ഉണ്ട്. നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് നമ്മൾ അടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് 15 കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പുറകിൽ നമ്മൾ ഇറക്കം കൂട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് വശത്തെ ഇറക്കം കറക്റ്റ് ചെയ്യുകയാണ്. അത് അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഇറക്കം കൂട്ടുന്നത് ഈ പടിയുടെ അവിടെ നമുക്ക് കട്ടിങ് അഴിച്ചിട്ട് ഫുള്ള് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇറക്കം കറക്റ്റ് ചെയ്യാം. പക്ഷെ അത്രയും മെനക്കെട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും നമ്മൾ കഷ്ടപ്പെടാതെ നമുക്ക് എളുപ്പം ഇറക്കത്തിൽ ഇറക്കം കൂട്ടുന്ന വിധമാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത്. പടി മാറ്റി കൊടുത്താൽ, അതായത് ബാൻഡ് മാറ്റി കൊടുത്താലും നമുക്ക് ഇറക്കം കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലാം അഴിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാതെ എളുപ്പത്തിൽ നമുക്ക് കൊളുത്തൊന്നും മാറ്റാതെ അല്ലെങ്കിൽ പടിയൊന്നും മാറ്റാതെ കറക്റ്റ് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാനുള്ള മാർഗ്ഗമാണിത്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് വശത്താണ് ഇറക്കം പുറകു വശത്തിൻ്റെ കറക്റ്റ് ആക്കേണ്ടത്. നമ്മളിതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പടിയുടെ അവിടെ ഒന്നും ചെയ്യണ്ട. അതായത് ഈ പടിയുടെ അവിടെ ഇറക്കം കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സൈഡാണ് നമുക്ക് യോജിപ്പിക്കാൻ പറ്റില്ലാത്തത്. കാരണം നമ്മൾ പുറകിൽ ഇറക്കം കൂട്ടിയപ്പം ഈ പുറകിലത്തെ പീസുമായിട്ട് നമ്മുടെ ഈ കട്ടിങ് പീസ്, അതായത് ഫ്രണ്ട് പീസ് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഇറക്കം നമ്മൾ ഇവിടെ കൂട്ടി കൊടുത്തിരിക്കണം. അപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ പിടിച്ചാലും നമുക്ക് ഈ സൈഡ് വശമാണ് ഉണ്ടോ, ഈ സൈഡ് വശം നമുക്ക് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, ഇറക്കക്കുറവ് വരുന്നതാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ക്രോസ് പീസിൽ ഒരു പീസ് വെച്ച് കൊടുക്കുക. അതിനാണ് നമ്മൾ ഈ മെയിൻ ടക്കിൻ്റെ അവിടം വരെ അഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് 1/2 ഇഞ്ച് ഇറക്കമാണ്. ഈ പുറകുവശമായിട്ട് കറക്റ്റ് ആകാൻ കിട്ടേണ്ടത് ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് ഇറക്കം കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാരിയെ നമ്മൾ 2.5 ഇഞ്ച് വീതിയിൽ പീസ് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിന് കട്ടി കുറവായതുകൊണ്ട്, അതായത് സാരി എന്ന് മുറിച്ച തുണി ആയതുകൊണ്ട് നമ്മൾ 2 മടക്കിയിട്ട് പീസ് എടുക്കണം. അപ്പോൾ ഈ നീളത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യണം ഇങ്ങനെ. അപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് നീളം കിട്ടുന്നുണ്ട്. അതായത് ഇവിടുത്തെ നീളം എത്രയാണെന്ന് നോക്കുക. ഇവിടുന്ന് ടക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് 5.5 ഇഞ്ചാണ്. ആ 5.5 ഇഞ്ചിൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്കിവിടെ 5.5ക്ക് 6 ഇഞ്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുറിച്ചെടുക്കണം. അപ്പോൾ 2 സൈഡിലേക്കുള്ള തുണി, അതായത് 2ആക്കി മടക്കിയ തുണി നമുക്ക് ഈ നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് 2ആക്കി മുറിച്ചിട്ട് അത് നമ്മൾ 2ആക്കി മുറിച്ചു. ഒരു പീസയിൽ 2 പീസായിട്ടുള്ളത്, അതായത് ഒരു സൈഡിലത്തെ തുണിയിലേക്ക് 2 തുണിയായിട്ടുള്ളത്. അത് കട്ടി കുറഞ്ഞതായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. നമ്മൾ ലൈനിങ് അടി കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ പീസിനെ നമുക്കിവിടെ കിട്ടേണ്ടത് 1/2 ഇഞ്ചാണ് ഇതുമായിട്ട് മാച്ചാവാൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ തയ്യൽത്തുമ്പ് 1/2 ഇഞ്ചും ഈ കട്ടിങ്ങിലെ തയ്യൽത്തുമ്പ് 1/2 ഇഞ്ചും, അപ്പോൾ 1 ഇഞ്ച് പോയി. പിന്നെ വേണ്ടത് നമുക്ക് കിട്ടേണ്ട ഇറക്കം, അതായത് ഇവിടുത്തെ ഇറക്കം, ഈ ഇതിന് മാച്ചായി കിട്ടേണ്ട ഇറക്കം 1/2 ഇഞ്ചും കൂടെ. അപ്പോൾ ഇവ 1/2 ഇഞ്ചും ഈ 1/2 ഇഞ്ചും ഒന്ന് നമുക്ക് കിട്ടേണ്ട ഇറക്കം 1/2 ഇഞ്ച്. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ ഈ പീസിൽ അളന്ന് നോക്കുക. തയ്യൽത്തുമ്പും നമുക്ക് വേണ്ട ഇറക്കവും 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. നമ്മൾ 1.5 ഇഞ്ച് നമുക്ക് ഇവിടുത്തെ പീസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതേ രീതിയിൽ നമുക്ക് അപ്പുറത്ത് കൊടുക്കുന്ന പീസും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. വീതി തുല്യമായിരിക്കണം, അല്ലെങ്കിൽ ഇറക്കത്തിൽ വ്യത്യാസം വരും. നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ മുറിച്ച പീസ് നമ്മൾ
ഈ ക്രോസ് പീസയിലേക്ക് വെച്ച് കൊടുക്കണം, അതായത് ഫ്രണ്ട് പീസയിലേക്ക് വെച്ച് കൊടുക്കണം. ഇത് ഇവിടുന്ന് ഈ ടക്കിൻ്റെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വെച്ച് കൊടുത്തു എന്നോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിക്കാൻ പോവാണ്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിക്കുവാണ്. ഈ ടക്കിൻ്റെ അവിടം വരെ നമ്മൾ അടിക്കണം, അതായത് ബ്ലൗസിൻ്റെ മെയിൻ ടക്കിൻ്റെ അവിടം വരെ നമ്മൾ പീസ് കൊടുത്തടിക്കുക. അതിന് ശേഷം അതൊന്ന് പതിച്ചടിക്കുക. ഇനി നമുക്ക് വേണ്ട ഇറക്കം, നമുക്ക് പുറകിലത്തെ പീസുമായിട്ട് അറ്റാച്ച് ആവാൻ വേണ്ടി ഇത്ര ഇറക്കം വേണോ അത് അടയാളപ്പെടുത്തുക. നമുക്ക് 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. എനിക്കിപ്പോൾ ഇവിടെ ഈ ബ്ലൗസിന് 1/2 ഇഞ്ച് മതി, അപ്പം ഞാൻ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇങ്ങോട്ട് വരുമ്പോൾ 1/4 ഇഞ്ച് മതി. ഇവിടെ ഇതിലോട്ട് ചേർക്കാൻ നമുക്ക് 1/4 ഇഞ്ച് മതി. ഇങ്ങോട്ട് വരുമ്പോൾ 1/2 ഇഞ്ച് എടുക്കുക ഈ സൈഡിലേക്ക് വരുമ്പോൾ. എന്നിട്ട് അത് കട്ടിങ്ങിലേക്ക് അടിച്ചു കൊടുക്കുക. നമ്മൾ അടയാളപ്പെടുത്തി നമുക്കിവിടെ തിരിയുന്നുണ്ട്, അത് കട്ടിങ്ങിലേക്ക് അടിച്ചു കൊടുക്കാം. കട്ടിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. രണ്ട് പ്രാവശ്യം അടിക്കുക. ഇപ്പം നമ്മുടെ ഒരു സൈഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കാണാൻ മാത്രം അധികമൊന്നുമില്ല, ചെറിയൊരു പീസ് കൊടുത്തതായിട്ടേ നമുക്ക് തിരിയുള്ളൂ. കണ്ടോ, ചെറിയൊരു പീസ് കൊടുത്തതായിട്ടേ തിരിയുള്ളൂ. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് ഇതിൽ കിട്ടുന്നുണ്ടോ നോക്കുക. വൃത്തി 1/2 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്രവശം അതുപോലെ അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 വശവും അടിച്ചെടുത്തിട്ടുണ്ട്. 2 വശത്തിൻ്റെ ഈ വശം അടിച്ചെടുത്തു, ഈ വശം അടിച്ചെടുത്തു. നമുക്ക് തിരിയാൻ മാത്രമൊന്നുമില്ല, നമ്മൾ ടക്കിൻ്റെ അവിടുന്ന്, അതായത് മെയിൻ ടക്കിൻ്റെ അവിടുന്ന് ഒരു പീസായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ വരെയുള്ളൂ. ഇത് മെയിൻ ടക്ക്, ഇത് മെയിൻ ടക്ക്, ഇവിടെ വരെ നമ്മൾ അടിച്ചിട്ടുള്ളൂ. അത് നമുക്ക് 1/2 ഇഞ്ച് കൃത്യം വീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തി അടിച്ചത് കൊണ്ട് തന്നെ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഇറക്കം കണ്ടോ, ഇത് നമുക്ക് കറക്റ്റായിട്ട് ഈ പുറകിലത്തെ ഇറക്കവും മുന്നിലത്തെ ഇറക്കവും കൃത്യമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ണം അടയാളപ്പെടുത്തി സൈഡ് അടിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ വണ്ണം കൂട്ടണമെങ്കിൽ വണ്ണം കൂട്ടി അടിക്കുക, ഇല്ലെങ്കിൽ വണ്ണം കൂട്ടണ്ടെങ്കിൽ ഇറക്കം മാത്രം നമുക്ക് കൂട്ടേണ്ടതുള്ളെങ്കിൽ ആ കറക്റ്റ് വണ്ണത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് വലിച്ചൊന്നും പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല, കറക്റ്റ് ഇറക്കത്തിൽ നമുക്ക് ഈ സൈഡ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് കൊണ്ട് അടിച്ചു കൊടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് ഇവിടെ നമുക്ക് ഈ സൈഡ് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വണ്ണം വലിച്ചു കൊടുക്കുമൊന്നും അല്ലെ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഇറക്കത്തില്ല. നമുക്ക് 1/2 ഇഞ്ചാണ് നമ്മൾ കൂട്ടി കൊടുത്തത്. 1/2 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിലും കൊടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സൈഡ് വശം കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ഇറക്കം കിട്ടുന്നുണ്ട്.
ഇറക്കം കൂട്ടിയെടുത്തിട്ടുണ്ട്. സൈഡെല്ലാം കറക്റ്റാണ് ഇറക്കം. ഫ്രണ്ടിൽ നമുക്ക് ഇറക്കം കൂട്ടി കൊടുത്താൽ തിരിയാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ മാത്രം ഒരു പീസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഇറക്കം കിട്ടുന്നുമുണ്ട്, എന്നാൽ വൃത്തികേടില്ല താൻ. ഇവിടെ ഒരു ചെറിയ പീസാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ പീസാണ്. ഇറക്കം കറക്റ്റായിട്ട് രണ്ട് സൈഡും കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ ഇറക്കം കൂട്ടുന്നത്. അത് പടിയാണെങ്കിലും മടക്കി തയ്ച്ചതാണെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും. പടിയാണെങ്കിൽ നമ്മൾ കഴിച്ചു മാറ്റിയിട്ട് ഫ്രണ്ടിലും പീസ് കൊടുക്കുക, പുറകിലും പീസ് കൊടുത്തിട്ട് പടി കൊടുത്ത് തയ്ക്കുക. നമ്മൾ മടക്കി തയ്ച്ചതാണെങ്കിൽ മടക്കഴിച്ചിട്ടിട്ട് വേറെ സെപ്പറേറ്റ് പടി കൊടുത്ത് ഫ്രണ്ടിലും പീസ് കൊടുത്ത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാരിയുടെ അരികിലും കൂടെ ആ പീസും കൂടെ കൊടുക്കുകയാണ്. നല്ല നമുക്ക് മുറിച്ചെടുത്ത് നമ്മൾ കുറച്ച് തുണി മുറിച്ചെടുത്തുകൊണ്ട് ആ വീതി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ സാരിയിലും കൂടെ ഒരു പീസ് അടിച്ചു കൊടുക്കണം. ഈ വണ്ണവും പൊക്കമുള്ളവർക്ക് ഞുറി കിട്ടാതെ പോകും. സാരിക്ക് മാച്ചായ ബ്ലൗസിന് ഇറക്കം കുറഞ്ഞാൽ എങ്ങനെയാണ് കൂട്ടുന്നതെന്നാണ് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ പടിയായിട്ട് കൊടുത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അടിപ്പ് മാത്രമേ വരുന്നുള്ളൂ. അത് നമ്മൾ സാരി എടുത്ത് പോകുമ്പോൾ നമുക്ക് അങ്ങനെ തിരിയില്ല. കറക്റ്റ് നൂലാണെങ്കിൽ തിരിയല. ഒരു പടി കൊടുത്തതുപോലെ അല്ലെങ്കിൽ പടിയുടെ അടിപ്പ് വന്നതുപോലെ തിരിയുള്ളൂ. അപ്പോൾ ഇറക്കം നമുക്ക് 15.5 കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. 15.5 ആയിരുന്നു നമുക്ക് വേണ്ടത്. 15.5 കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ സാരിക്ക് നീളം കുറഞ്ഞു പോകുന്നതുകൊണ്ട് സാരിക്കും കൂടെ ഒരു പീസ് കൊടുത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലേ നമുക്ക് ആ പീസ് മുറിച്ചെടുക്കുമ്പോൾ ഞൊറിയൊക്കെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ സാരിക്ക് ഞൊറി കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അതും കറക്റ്റ് ചെയ്തു. സാരി ബ്ലൗസും കറക്റ്റ് ചെയ്തു. ഇറക്കം എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫ്രണ്ടിൽ നമുക്കതൊന്നും തിരിയൊന്നുമില്ല. നമ്മൾ ആ കൊടുത്ത പീസൊന്നും നമുക്ക് തിരിയുകയില്ല. ചെറിയൊരു അടുപ്പ് മാത്രമേ കാണുള്ളൂ. ഇറക്കം കൂട്ടി തന്നൊന്നും തിരിയല്ല. സ്വന്തമായിട്ട് തയ്ക്കുന്നവർക്കെല്ലാം ഇങ്ങനെ ഭംഗിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനിയല്ല നിങ്ങൾ ഷോപ്പുകളിൽ നിന്നാണ് തയ്പ്പിക്കുന്നതെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ, ഇങ്ങനെ രീതി ചെയ്താൽ നമുക്ക് ഇറക്കം കൂട്ടാമെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്തും തരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, സാരി ബ്ലൗസിന് ഇറക്കം കൂട്ടുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്